കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടി ദേശീയ തലത്തിൽ അധികാരമുണ്ട് എന്ന് വെച്ച് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും അവരെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഇനി കേരളം കൈകെട്ടി നോക്കി നിൽക്കില്ല. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എവിടെയെല്ലാം കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭജനവും സംഘർഷവും ഉണ്ടാക്കാൻ സാധിക്കുമോ, വർഗീയ പരത്താൻ സാധിക്കുമോ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വർഗീയവാദിയാണ് ശ്രീ ഷോൺ ജോർജും ശ്രീ PC ജോർജ്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും അവരെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ BJP-യിൽ നിന്ന് ഏറ്റെടുത്തിട്ട് 2 സീറ്റ് അസംബ്ലിയിൽ മേടിച്ച് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നടക്കുന്ന ഇവന്മാരെയൊന്നും വെച്ചു പൊറപ്പിക്കാൻ കേരള സമൂഹം തയ്യാറാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷോൺ ജോർജും PC ജോർജും എങ്ങനെയാണ് കേരളത്തിൽ BJP-യിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം? ഈ പിതാക്കന്മാരുടെ കാല് പിടിച്ച് അവരെ ഡൽഹിയിൽ മോദിയുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുടെ വിരുന്ന്, ക്രിസ്മസ് വിരുന്നിൽ എത്തിക്കുക, ഇതാണ് ജോലി. ഇവരെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കാണിച്ച് ഇവരുടെ തലയെണ്ണി ആ ആനുകൂല്യങ്ങൾ പറ്റുക, എന്നിട്ട് ഇവരെ തെറി വിളിക്കുക. എടോ, ബിഷപ്പുമാരെ മുഴുവൻ ഡൽഹിയിൽ എത്തിച്ച് പ്രധാനമന്ത്രിയെ അമിത്ഷായും കാണിച്ച് എന്ത് കാര്യം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കുറെ നേരമായിട്ട് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എവറി മൈനോറിറ്റി ഇൻ ദിസ് കൺട്രി വാസ് സേഫ് ആൻഡ് സെക്യൂർ അണ്ടർ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് UPA റൂൾ. ആർക്കും ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്ഥാപനവും ഈ FCRA പരിധിയിൽ വരുന്നതാണ്. എല്ലാവർക്കും ആശങ്കയുണ്ട്. ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJP-യിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവര് BJP-യുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിന്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി.